ഈ വർഷത്തെ വിഷുഫലം വരുന്നത് അവിട്ടം നക്ഷത്രക്കാർക്കാണ്. ഭഗവത് ഭജനം കർത്തവ്യം. തിരുവോണം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ ആദിശൂലത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ പലതരത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങളും രോഗാദി വിഷമതകളും ധനദ്രവ്യാദികൾക്ക് നാശവും ഫലമാക്കുന്നു. പലതരത്തിലുള്ളതായിരിക്കുന്ന വഞ്ചനകൾക്ക് അടിമപ്പെടുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ വിശ്വസ്ത സുഹൃത്തുക്കളിൽ പോലും അല്പം ജാഗ്രത വയ്ക്കുന്നത് നല്ലതാണ്. ദൂരയാത്രയും ഉദര രോഗങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കും. തൊഴിൽ ഗുണദോഷ മിശ്ര രീതിയിൽ മുന്നോട്ടു പോകുമെങ്കിലും അടിക്കടി കാര്യപരാജയവും വിഷമതകളും അനുഭവമാക്കും. ഉദ്യോഗാർത്ഥികൾക്കും അത്ര കണ്ട് അനുകൂലമല്ല. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നതായ വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദുരാരോപണങ്ങളെല്ലാം തന്നെ കേൾക്കുവാൻ ഇട കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. ബന്ധുജനാദികൾ നിമിത്തം വിഷമതകളും ഉണ്ടായേക്കും. അസമയങ്ങളിലുള്ള യാത്രകളും മറ്റും പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക. സഹസ്രനാമ പാരായണം നടത്തുന്നതും ഏകാദശി മുതലായുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്.